നമ്മൾ അടുത്തൊരു പ്രൊപ്പോസിഷനാണ് നോക്കുന്നത്. നോക്കാം. ലെറ്റ് ടു ഫങ്ഷൻസ് എഫ് ആൻഡ് ജി ഓഫ് ദി സെയിം എൻ ബൂളിയൻ വേരിയബിൾസ് ബി എക്സ്പ്രസ്ഡ് ഇൻ ദയർ റെസ്പെക്റ്റീവ് ഡി എൻ എഫ് എന്ന് പറഞ്ഞാൽ distinctive normal form. Then DNF of f plus g is obtained by taking the sum of those terms which are appearing in the DNF of at least one of f and g. അതായത് ഫസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് DNF ഓഫ് എഫ് പ്ലസ് ജി. എഫ് പ്ലസ് ജിയുടെ DNF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫിൻ്റെയോ ജിയുടെയോ ഏതെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് വൺ ടേം ഉണ്ടായാൽ മതി. അതായത് ഇപ്പോൾ എഫ് നമ്മളിപ്പോൾ എ പ്ലസ് ബി നിർത്തും, ജി എന്ന് പറഞ്ഞാൽ നമ്മൾ ബി പ്ലസ് സി നിർത്തും. അങ്ങനെ എനിക്ക് എഫ് പ്ലസ് ജി എന്ന് പറഞ്ഞാൽ എന്താ വരും? എ പ്ലസ് ബി പ്ലസ് സി എന്ന് വരും. സോ ബി അവിടെ 2 തവണ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരൊറ്റ പ്രാവശ്യം അതിനെ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. ഇനി ഇത് ഡി എൻ എഫ് ഓഫ് എഫ് ഡോട്ട് ജി ഈസ് ഒബ്റ്റൈൻഡ് ബൈ സമ്മിങ് ടേംസ് വിച്ച് ആർ കോമൺ ടു ദി ഡി എൻ എഫ് ഓഫ് ബോത്ത് എഫ് ആൻഡ് ജി. അപ്പോൾ എഫിൻ്റെയും ജിൻ്റെയും ഡി എൻ എഫിലെ കോമൺ ആയിട്ടുള്ള ടേമാണ് എന്തിൽ വരിക? എഫ് ഡോട്ട് ജിയിൽ വരിക. ഓക്കെ. ഇനി അടുത്ത ഡി എൻ എഫ് ഓഫ് എഫ് ഡാഷ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഒമിറ്റിംഗ് ഫ്രം ദി കംപ്ലീറ്റ് ഡി എൻ എഫ് ടേംസ് വിച്ച് അപ്പിയേഴ്സ് ഇൻ ദി ഡി എൻ എഫ് ഓഫ് എഫ്. അപ്പോൾ എഫ് ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഡി എൻ എഫിൽ നിന്ന് എഫിനെ നമ്മൾ ഒമിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡി എൻ എഫ് ഓഫ് എഫ് ഡാഷ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഡി എൻ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമുക്കറിയാം? ഫംഗ്ഷൻ സം ഓഫ് ആറ്റംസ് ആണ്. ഒരു ബൂളിയൻ ഫംഗ്ഷൻ ആണ്. ആ ബൂളിയൻ ഫംഗ്ഷൻ സം ഓഫ് ആറ്റംസിൻ്റെ എക്സ്പ്രഷനിൽ എഴുതുന്നതിനാണ് നമ്മൾ ഡി എൻ എഫ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ നമ്മൾ രണ്ട് എഫ് ജി എന്ന് പറഞ്ഞ ബൂളിയൻ ഫംഗ്ഷൻസ് എടുത്തു. എഫ് എന്ന് പറഞ്ഞാൽ A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് AL പ്ലസ് C1 പ്ലസ് C2 പ്ലസ് എക്സെട്ര പ്ലസ് CK ആൻഡ് G ഈക്വൽ ടു B1 പ്ലസ് B2 പ്ലസ് എക്സെട്ര പ്ലസ് BM പ്ലസ് C1 പ്ലസ് C2 പ്ലസ് എക്സെട്ര പ്ലസ് CK ബി ദി ഡി എൻ എഫ് ഓഫ് എഫ് ആൻഡ് ജി. അപ്പോൾ എഫിൻ്റെയും ജിൻ്റെയും ഡി എൻ എഫ് ആണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത്. A1 A2 എക്സെട്ര AL അല്ലെങ്കിൽ C1 C2 എക്സെട്ര CK B1 B2 എക്സെട്ര BM എന്നൊക്കെ പറയുന്നത് എന്താണ്? ആറ്റംസ് ആണ്. ഓക്കെ. അപ്പോൾ സം ഓഫ് ആറ്റംസ് ആണ് ഡി എൻ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ദാറ്റ് ഈച്ച് BJ and CJ are of this form x1 raised to epsilon 1 dot x2 raised to epsilon 2 dot etc xn raised to epsilon എന്നുള്ള രൂപത്തിലായിരിക്കും. കാരണം എന്താ? അതൊക്കെ ആറ്റംസ് ആണ്. ബൂളിയൻ ഫംഗ്ഷനിൽ ആറ്റംസ് ആണ്. സോ നമ്മൾ കഴിഞ്ഞ തിയറത്തിൽ പറഞ്ഞിട്ടുണ്ട് ബൂളിയൻ ഫംഗ്ഷനിലെ ആറ്റംസ് ഒക്കെ x1 raised to epsilon 1 x2 raised to epsilon 2 അങ്ങനെയുള്ള രൂപത്തിലായിരിക്കും. വേർ xi raised to epsilon i ഈസ് എയ്തർ xi or xi dash. xi raised to epsilon i എന്ന് പറഞ്ഞ മീനിങ് എന്താ? ഒന്നുകിൽ അത് xi ആയിരിക്കും അല്ലെങ്കിൽ xi ഡാഷ് ആയിരിക്കും. അതായത് ഒന്നുകിൽ x1 അല്ലെങ്കിൽ x1 ഡാഷോ അല്ലെങ്കിൽ x2 x2 ഡാഷോ അങ്ങനെയായിരിക്കും വരിക എന്നാണ് പറഞ്ഞത്. AJs ആർ നോട്ട് ഈക്വൽ ടു എനി BJs. AJയും BJയും തമ്മിൽ എന്തല്ല? ഈക്വൽ അല്ല. ഈ AJയും അതേപോലെ BJയും ഈക്വൽ അല്ല. ഓക്കെ. ഹെൻസ് ഈച്ച് AJs ആൻഡ് BJs ആർ ആറ്റം. AJയും BJ ഒക്കെ എന്താണ്? ആറ്റംസ് ആണ്. പക്ഷേ AJസും BJസും ഈക്വൽ അല്ല. ഇനി അങ്ങനെയാണെങ്കിൽ എഫ് പ്ലസ് ജി നമുക്ക് എന്ത് വരും? A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് AL പ്ലസ് C1 പ്ലസ് C2 പ്ലസ് എക്സെട്ര പ്ലസ് CK പ്ലസ് B1 പ്ലസ് B2 പ്ലസ് എക്സെട്ര പ്ലസ് BM പ്ലസ് C1 പ്ലസ് C2 പ്ലസ് എക്സെട്ര പ്ലസ് CN. ഇതിൽ നമ്മൾ C1 പ്ലസ് C2 പ്ലസ് എക്സെട്ര പ്ലസ് CN എന്തുണ്ട്? 2 തവണ ഉണ്ട്. അപ്പോൾ ബൂളിയൻ ഫംഗ്ഷൻ ഒരു ബൂളിയൻ ഓൾജിബ്രയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബൂളിയൻ ഓൾജിബ്രയുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതിയാൽ മതി? എക്സ് പ്ലസ് എക്സ് പറഞ്ഞാൽ എക്സ് ആണ്. സോ C1 പ്ലസ് C2 പ്ലസ് എക്സെട്ര പ്ലസ് CK ആണ് നമ്മൾ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. ഓക്കെ. സോ നമുക്ക് എന്ത് പറയാം? ദി സം ദോസ് ടേംസ് വിച്ച് അപ്പിയറിംഗ് ദി ഡി എൻ എഫ് ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് എഫ് ആൻഡ് ജി. എഫിലും ജിയിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിന് ഒറ്റ പ്രാവശ്യമായിട്ട് എഴുതിയാൽ മതി. ഓക്കെ. അടുത്ത് എഫ് ഡോട്ട് ജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് AL പ്ലസ് C1 പ്ലസ് C2 പ്ലസ് എക്സെട്ര CK B1 പ്ലസ് B2 പ്ലസ് എക്സെട്ര BM C1 പ്ലസ് C2 പ്ലസ് എക്സെട്ര CK. നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഡിസ്റ്റിങ്ക്റ്റ് ആറ്റംസിൻ്റെ പ്രോഡക്റ്റ്. ബൂളിയൻ ഓൾജിബ്രയുടെ കേസാണ് പറയുന്നത്. ഡിസ്റ്റിങ്ക്റ്റ് ആറ്റംസിൻ്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ. ഡിസ്ജോയിൻ്റ് ആയിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും? A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് ALഉം B1 പ്ലസ് B2 എക്സെട്ര പ്ലസ് BMൻ്റെയും പ്രോഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും വരിക. സോ അതിൽ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ് മാത്രമേ വരുള്ളൂ. സോ C1 പ്ലസ് C2 പ്ലസ് എക്സെട്ര CK ആവും. എഫ് ഡോട്ട് ജി ഈസ് ഒബ്റ്റൈൻഡ് ബൈ ദി സം ഇൻ ദി ടേം വിച്ച് ആർ കോമൺ ടു ദി ഡി എൻ എഫ് ഓഫ് എഫ് ആൻഡ് ജി. എഫിലും ജിയിലും കോമൺ ആയിട്ട് വരുന്നതാണ് എഫ് ഡോട്ട് ജിയിൽ വരിക. ദെൻ അടുത്തത് എഫ് ഡാഷ് ആണ്. The Boolean function that identically equal to 1 can be expressed as sum of all atoms in that Boolean algebra. അപ്പോൾ നമുക്ക് എന്താ അറിയാം? ഒരു ബൂളിയൻ ഫംഗ്ഷൻ ഐഡന്റിക്കലി ഈക്വൽ ടു 1 ആണെങ്കിൽ the Boolean function that identically equal to 1 can be expressed as sum of all atoms. അതായത് ഐഡന്റിക്കൽ ഫംഗ്ഷന് നമുക്ക്
ഐഡൻറ്റിക്കൽ ഫംഗ്ഷൻ, ഒരു ബൂളിയൻ ഫംഗ്ഷൻ്റെ ഐഡൻറ്റിക്കൽ നമുക്ക് എന്തൊക്കെ, അതായത് വണ്ണിന് നമുക്ക് സം ഓഫ് ഓൾ ആറ്റംസിൻ്റെ ഫംഗ്ഷനായിട്ട് എഴുതാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് A1 + A2 + എക്സെട്ര + AN = 1 നമുക്ക് എഴുതാൻ പറഞ്ഞിട്ടൊരു നോട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കേസിൽ ഓൾസോ വി നോ ദാറ്റ് എനി 2 ആറ്റംസ് ആർ എയ്തർ ഐഡൻറ്റിക്കൽ ഓർ ഡിസ്ജോയിൻറ്റ്. നമുക്ക് എന്തറിയാം, ആറ്റംസ് ഒന്നുകിൽ ഡിസ്ജോയിൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും, ഐഡൻറ്റിക്കൽ ആയിരിക്കും. ഹെൻസ് ഇഫ് H ഈസ് ദി സം ഓഫ് ഓൾ ആറ്റംസ് അതർ ദാൻ ദി ആറ്റംസ് ഇൻ എഫ് അല്ലാതെ നമ്മൾ H എന്ന് പറഞ്ഞാൽ വേറൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്. എഫിലെ ആറ്റംസിൻ്റെ സം അല്ലാതെ H എന്ന് പറഞ്ഞാൽ വേറൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്. അതിൻ്റെ പ്രത്യേകത എന്താ, അത് വേറെ ആറ്റത്തിൻ്റെ സമ്മായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നമ്മൾ എന്ത് പറഞ്ഞു, H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫിലുള്ള ആറ്റത്തിൻ്റെ സമ്മല്ല, എഫിലില്ലാത്ത ആറ്റത്തിൻ്റെ സമ്മായിട്ട് നമ്മൾ Hനെ എടുത്തു. ദെൻ F + H = 1 ആൻഡ് F.H = 0. എന്നാൽ അത് രണ്ടും എന്തല്ല, ഡിസ്റ്റിങ്ക്റ്റ് ആണ്. സോ ഡിസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, F + H 1 അല്ലെങ്കിൽ F.H എന്തായിരിക്കും 0 ആവുള്ളൂ. കാരണം ഡിസ്റ്റിങ്ക്റ്റ് ആറ്റത്തിൻ്റെ സമ്മ് 1ഉം ഡിസ്റ്റിങ്ക്റ്റ് ആറ്റത്തിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും 0 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെർഫോർ നമുക്ക് എന്ത് പറയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് X + Y = 1ഉം അതേപോലെ X.Y = 0 ആണെങ്കിൽ X = Y' എന്ന് എഴുതാമെന്ന്. ഓക്കെ, സോ ഇവിടെ F + H = 1ഉം F.H = 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ദെർഫോർ H = F'. Hence F' is obtained by omitting from the complete DNF the terms which appear in the DNF of F. അതായത് എഫിലുള്ള എലമെൻസിനെ കംപ്ലീറ്റ് ഒമിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്, F' കിട്ടിയത്. കാരണം H എന്ന് പറഞ്ഞാൽ നമ്മൾ H എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ഉണ്ടാക്കിയത് എന്താ, എഫിലുള്ള എലമെൻസ് കൊണ്ടല്ല, എഫിലില്ലാത്ത എലമെൻസ് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കണം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആറ്റത്തിൻ്റെ ഒന്നുകിൽ ആറ്റം ഐഡൻറ്റിക്കൽ ആയിരിക്കും അല്ലെങ്കിൽ ഡിസ്ജോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ഐഡൻറ്റിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം ഓഫ് ഓൾ ആറ്റം, അതായത് ഡിസ്റ്റിങ്ക്റ്റ് ആറ്റത്തിൻ്റെ സം എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ഡിസ്ജോയിൻ്റ് പറഞ്ഞാൽ ഡിസ്റ്റിങ്ക്റ്റ് ആറ്റത്തിൻ്റെ പ്രൊഡക്റ്റ് പറഞ്ഞാൽ 0 ആയിരിക്കും. അതെന്തായാലും മനസ്സിലാക്കി വയ്ക്കുക. ദി എക്സ്പ്രഷൻ ഫോർ വൺ ഫംഗ്ഷൻ ആസ് സം ഓഫ് ഓൾ ആറ്റംസ് ഇൻ ദിസ് ബൂളിയൻ ആൾജിബ്ര ഈസ് ദി കംപ്ലീറ്റ് DNF. ഇനി നമുക്ക് നമ്മൾ പറഞ്ഞു സം ഓഫ് ഓൾ ആറ്റത്തിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് സം ഓഫ് ഓൾ ആറ്റത്തിൻ്റെ സം എന്ന് പറഞ്ഞാൽ 1 ആണ് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അത് DNF അല്ല, അത് DNFന് പകരം നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, ആറ്റത്തിൻ്റെ സം 1 ആണെങ്കിൽ അത് കംപ്ലീറ്റ് DNF ആണ് പറഞ്ഞത്. അപ്പോൾ 1ന് നമ്മൾ സം ഓഫ് ഓൾ ആറ്റായിട്ട് എഴുതുകയാണെങ്കിൽ ആ 1 എന്താണ് നമുക്ക് പറയാം, കംപ്ലീറ്റ് DNF ആണെന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് കോ ആറ്റത്തിൻ്റെ ഡെഫിനേഷൻ. നമ്മൾ ആറ്റത്തിൻ്റെ കേസ് പറഞ്ഞു, ഇനി കോ ആറ്റം. പിന്നെ നമ്മൾ ആറ്റത്തിൻ്റെ ഫോം പറഞ്ഞിരുന്നത്, ഇപ്പോൾ ഫോം ഓഫ് ആറ്റം എന്ന് പറഞ്ഞ ഈ ഒരു സൈഡിലുണ്ട്. ഫോം ഓഫ് ആറ്റം പറഞ്ഞാൽ A = X1⁴ എക്സെട്ര Xn⁴ ആണ്. ഇവിടെ ഡോട്ടാണ് കേട്ടോ, X1⁴ ഡോട്ട് എക്സെട്ര Xn⁴ എന്നാണ് ആറ്റത്തിൻ്റെ ഫോം. അങ്ങനെയാണ് ഈ കോ ആറ്റത്തിൻ്റെ ഫോം. കോ ആറ്റം പറഞ്ഞാൽ A'-ൻ്റെ ഫോം X1⁴ എക്സെട്ര Xn⁴ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഫോം എന്തായാലും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. കോ ആറ്റത്തിൻ്റെ ഡെഫിനേഷൻ നോക്കാം നമുക്ക്. കോ ആറ്റം ഇസ് ദി കോംപ്ലിമെന്റ് ഓഫ് ആറ്റം. ആറ്റത്തിൻ്റെ കോംപ്ലിമെന്റിനാണ് നമ്മൾ എന്ത് പറയുക, കോ ആറ്റം എന്ന് പറയാം. വി ഹാവ് എനി ആറ്റം ഇൻ ദി ബൂളിയൻ ആൾജിബ്ര കൺസിസ്റ്റിംഗ് ഓഫ് സെറ്റ് ഓഫ് ഓൾ ബൂളിയൻ ഫംഗ്ഷൻ ഈസ് ഓഫ് ദി ഫോം X1⁴ ഡോട്ട് X2⁴ ഡോട്ട് എക്സെട്ര ഡോട്ട് Xn⁴n where Xi⁴ ഈസ് എയ്തർ Xi or Xi'. ഒന്നുകിൽ അത് Xi ആവും അല്ലെങ്കിൽ Xi' ആവും. ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ സെറ്റ് ഓഫ് ഓൾ ബൂളിയൻ ഫംഗ്ഷനിൽ എന്ത് ആറ്റത്തിൻ്റെ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, therefore coatom is of the form X1⁴ plus etc plus Xn⁴n where Xi⁴ is either Xi or Xi' of Xi'. ഓക്കെ, അപ്പോൾ ആറ്റത്തിൻ്റെ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ X1⁴ ഡോട്ട് X2⁴ ഡോട്ട് എക്സെട്ര Xn⁴n ആണ്. അങ്ങനെയാണെങ്കിൽ കോ ആറ്റം എ പറഞ്ഞത് ആറ്റാണ്, അതിൻ്റെ കോ ആറ്റം A' ആണ്. ആ A' പറഞ്ഞിട്ടുണ്ടെങ്കിൽ X1⁴ പ്ലസ് X2⁴ പ്ലസ് എക്സെട്ര പ്ലസ് Xn⁴n എന്നാണ്. ഓക്കെ, when a Boolean function of x1, x2, etc. xn is expressed as a product of factors of this form of the function is said to be conjunctive normal form. അതായത് ഒരു ബൂളിയൻ ഫംഗ്ഷൻ x1, x2, etc. xn ആണ്. അതിന് നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ് പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം. സം ആയിട്ട് എഴുതുന്നതിന് നമ്മൾ എന്താ പറയുക, ഡിസ്റ്റിങ്ക്റ്റീവ്. പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുന്നതിന് നമ്മൾ എന്താ പറയുക, കൺജങ്ക്റ്റീവ് നോർമൽ ഫോം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആറ്റത്തിന് സം ആയിട്ട് എഴുതുന്നതിന് നമ്മൾ ഡിസ്റ്റിങ്ക്റ്റീവ് നോർമൽ ഫോം എന്ന് പറയും. പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുന്നതിന് കൺജങ്ക്റ്റീവ് നോർമൽ ഫോം എന്ന് പറയും. ഓക്കെ, ഇനി സപ്പോസ് ഗിവൺ എ ബൂളിയൻ ഫംഗ്ഷൻ എഫ്, ദെൻ F' ഈസ് ഓൾസോ ബൂളിയൻ ഫംഗ്ഷൻ. സപ്പോസ് F' ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ സം ഓഫ് ആറ്റംസ്. F' നമ്മൾ
ആറ്റത്തിൻ്റെ സമ്മായിട്ട് എഴുതി A1 + A2 + etc. + AK വിച്ച് ഈസ് DNF ഓഫ് F ഡാഷ് അല്ലേ. അത് എന്താണ് ഡിസ്റ്റിങ്ക്റ്റീവ് നോർമൽ ഫോമാണ് F ഡാഷിൻ്റെ, കാരണം ആറ്റത്തിൻ്റെ സമ്മാണ്. ആൻഡ് F ഈക്വൽ ടു എഫ് നമ്മൾ എന്ത് ചെയ്താൽ F ഡാഷ് ഓൾ ഡാഷ് ആണ്. F ഡാഷ് ഓൾ ഡാഷ് പറഞ്ഞാൽ A1 + A2 + etc. + AK ഓൾ ഡാഷ് അതിൻ്റെ കോ ആറ്റാണ്. കോ ആറ്റം പറയുമ്പോൾ A1 ഡാഷ് ഡോട്ട് A2 ഡാഷ് ഡോട്ട് etc. ഡോട്ട് AK ഡാഷ്. ആൻഡ് F ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് കോ ആറ്റം. കോ ആറ്റത്തിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എഴുതി വിച്ച് ഇസ് CNF ഓഫ് ആറ്റം. അത് എഫ് ഒരു DNF ആണെങ്കിൽ അതിൻ്റെ കോ ആറ്റം എന്ന് പറഞ്ഞത് എന്തായിരിക്കും? CNF ആയിരിക്കും. അതുപോലെ കോ ആറ്റം F ഡാഷ് എന്ന് പറഞ്ഞത് DNF ആണെങ്കിൽ അതിൻ്റെ F എന്ന് പറഞ്ഞത് എന്തായിരിക്കും? CNF ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതെന്തായാലും പഠിച്ചു വെക്കുക. ഈച്ച് ഫാക്ടർ ഇൻ CNF കറസ്പോണ്ട് ടു 1 പോയിന്റ് ഓഫ് Z2n where F vanishes. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ CNFും അതുപോലെ DNFും എന്തായാലും പഠിച്ചു വയ്ക്കുക. കോ ആറ്റും ആറ്റും തമ്മിൽ അങ്ങോട്ട് മാറരുത്. കോ ആറ്റത്തിൻ്റെ ഫോമും ആറ്റത്തിൻ്റെ ഫോമും മനസ്സിലാക്കി വയ്ക്കും. ഓക്കെ, താങ്ക് യു.